ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എസ് കിഡ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെലസോ, ഹാഫ് സർക്കിൾ പെലസോ ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിതൊരു 2 to 3 years ബേബിക്ക് വേണ്ടിയിട്ടാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 മീറ്റർ ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കും അതേപോലെ തന്നെ 1.5 മീറ്റർ ക്രേപ്പ് പ്യോർ ക്രേപ്പ് ഫാബ്രിക്കും ആണ് എടുത്തിട്ടുണ്ടായത്. നമ്മൾ മെഷർമെൻറ്റ് വരുന്നതാണെങ്കിൽ ഞാനെല്ലാം സ്ക്രീനിൽ കൊടുക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ടിഷ്യൂ സിൽക്ക് ഫാബ്രിക് 2 ഫോൾഡായിട്ട് ഫോൾഡ് ചെയ്യാം. ദാറ്റ്സ് എ ബേസിക്. അതിനുശേഷം ഇതിനെ നമ്മൾ നോർമൽ അംബ്രേല സ്കേർട്ട് ചെയ്യുന്ന പോലെ, ഹാഫ് സർക്കിൾ അംബ്രേല സ്കേർട്ട് ചെയ്യുന്ന പോലെ ഇതിനെ ഒന്ന് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂ സിൽക്ക് ഫാബ്രിക് സേഫായിട്ട് സെക്യൂർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് തെന്നി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സേഫായിട്ട് പിന്നെ ഇത് വെച്ചത്. അല്ലെങ്കിൽ എനിക്കതൊരു നീറ്റൊന്നുമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈസായിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ട്. അതാണ്. പിന്നെ സെക്കൻഡ്, നമ്മൾ ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം എല്ലായിടത്തും പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മളെ ഹിപ്പ് സൈസ് എന്ന് പറയുന്നത് 11.5 ആണ്. കുട്ടിയുടെ ഹിപ്പ് സൈസ് 11.5. അതിൻ്റെ കൂടെ 4 ഇഞ്ചസ് എക്സ്ട്രാ നമ്മൾ സീം, അതായത് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. ഇറ്റ്സ് ഫോർ എലാസ്റ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 4 ഇഞ്ചസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ 11.5 എന്ന് പറയുന്നത് 1 സൈഡാണ്. ടോട്ടൽ വരുന്നത് 23. അപ്പോൾ 23 + 4 = 27. അപ്പോൾ 27 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ 27 ഡിവൈഡഡ് ബൈ 4, നമ്മളിവിടെ 4 പീസസ് എടുത്തിട്ടുണ്ട്. 1 2 3 4. അപ്പം പാൻറ്റിൻ്റെ 4 പീസസ്, 4 ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 27 ഡിവൈഡഡ് ബൈ 4. 7 ഇവിടെ മാർക്ക് ചെയ്യും. നമുക്ക് എവിടെയാണോ 7 കിട്ടുന്നത് അവിടത്തേക്ക് നമ്മൾ 2 മാർക്കിങ്സ് കൊടുക്കുക. അതായത് ഇവിടെയാണ് നമുക്ക് 7 കിട്ടുന്നത്, അതേപോലെ തന്നെ ഇവിടെയാണ് 7 കിട്ടുന്നത്. ഇനി ഈ നമ്മൾ 7 മാർക്ക് ചെയ്ത്, ഇപ്പോൾ ഇവിടെ നമ്മൾ 7 മാർക്ക് ചെയ്തു. ഇനി 7 മാർക്ക് ചെയ്തത് മുതൽ നമ്മൾ ഈ കോണിൻ്റെ എൻഡ് മുതൽ ഇവിടത്തേക്ക് നമുക്ക് 9 ആണ് കിട്ടുന്നത്. അപ്പം ആ 9 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റേഡിയസ് അല്ലെങ്കിൽ ഒരു ലൈന്, ഒരു കർവ് ലൈന് നമ്മൾ വരക്കണം. ഇവിടെയാണ് നമ്മൾ റേഡിയസ് വരാം. നമ്മൾ ഈ ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എലാസ്റ്റിക് ഇടുന്ന റേഡിയസ് ഭാഗം വരാം. അപ്പം ഇവിടെ നമുക്ക് 9 ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കർവ് ചെയ്തിട്ട് വരയ്ക്കാം. അതേപോലെ തന്നെ ഇനി ലെങ്ത്ത് വരുന്നത് 19 ഇഞ്ചസ് ആണ്. മുകളിലെ ലെങ്ത്ത് വരുന്നത് 19 ഇഞ്ചസ് ആണ്. അതിൽ നമ്മൾ 1 ഇഞ്ച് ഇവിടെ നമ്മൾ മേലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വെക്കും, ബാൻഡിന് വേണ്ടിയിട്ട് കൊടുക്കും. അതേപോലെ ബാൻഡിന് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീം ഇവിടെ ഹാഫ് ഇഞ്ചസിൽ ഒരു സീം എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെറുതായി പോകും പാൻറ്റ്. സോ നമ്മൾ ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാഫ് സീം ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മളിവിടെ 7 മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് 18.5, അതായത് 19 മൈനസ് 1 18 പ്ലസ് നമ്മളിവിടെ ബോട്ടം പോർഷനിൽ നമ്മൾ മടക്കി അടിക്കുന്ന ഹാഫ് ഇഞ്ചസ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതൊരു സർക്കിൾ പോലെ വരക്കാം. ഇനി നമ്മൾ ക്രോച്ചാണ് കൊടുക്കുന്നത്, ക്രോച്ച് ലെങ്ത്ത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 9 ഇഞ്ചസാണ് ക്രോച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൽ മേലത്തെ ബാൻഡ് സൈസ് 1 ഇഞ്ച് മേലേക്ക് പോയിട്ട് നമുക്ക് 8 ഇഞ്ചസാണ് ക്രോച്ച് ലെങ്ത്ത് വരുന്നത്. അതിൽ തന്നെ നമ്മളുടെ ഹാഫ് ഇഞ്ച് ഇവിടെ മേലെ ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു സീം കൊടുത്തിട്ടുണ്ടായിട്ടില്ലേ, അതും കൂടി ആഡ് ചെയ്തിട്ട് 8ൻ്റെ ഹാഫാണ് ഞാനിവിടെ ക്രോച്ചിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഞാൻ കുട്ടികളുടെ സൈസ് ആകുമ്പോൾ 1.5 ആണ് നമ്മൾ ക്രോച്ചിൻ്റെ വിഡ്ത്ത് കൊടുക്കുക. സോ ഇവിടെ നിന്നൊരു ക്രോസ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം. ഇവിടെ ഒരു കർവ് ഷേപ്പിൽ
നമ്മൾ നോർമൽ പാൻസിന് ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം. സോ നമ്മളെ സ്റ്റിച്ചിങ് പാർട്ടിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രോഷ് ഏരിയയും അതേപോലെ തന്നെ ഈ ഹിപ്പും ആണ് ഞാൻ ജോയിൻ ചെയ്തെടുത്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രോച്ച്, അതായത് ഫസ്റ്റ് ഒരു സൈഡിലുള്ള ക്രോച്ച് മാത്രം ജോയിൻ ചെയ്തെടുക്കുക. ഈ ക്രോച്ച് ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാവണം. ഈ ഒരു സൈഡിലുള്ള ക്രോച്ച് മാത്രം ജോയിൻ ചെയ്തെടുക്കുക. ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ഒരു ബാൻഡ് സൈസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എനിക്കിവിടെ ടോട്ടൽ 30 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. ഇനി ഈ 30 ഇഞ്ചസിൽ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എക്സാക്റ്റ് മെഷർമെൻറ്റിൽ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്ത് ഇതും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 4 ഇഞ്ചസ് ആണ്, വിഡ്ത്ത് വരുന്നത് 30 ഇഞ്ചസ് ആണ്. ഇനി ചെയ്യേണ്ടത് ഈ സെയിം റൈറ്റ് ഫാബ്രിക് നല്ല ഫാബ്രിക്കും ഒരുമിച്ച് ഈ ബാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഈ ഒരു റൗണ്ട് സ്റ്റൈലിൽ ജോയിൻ ചെയ്തെടുക്കുക. സോ നമ്മൾ ഇവിടെ ബാൻഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സൈഡിലെ ക്രോച്ച് മാത്രമല്ലേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഈ ഒരു ക്രോച്ച് നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാൻഡ് കുറച്ചുകൂടി ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. രണ്ട് സൈഡ് നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ഇവിടെയും നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ ബാൻഡ് മടക്കി അടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ബാൻഡ് കംപ്ലീറ്റ് മടക്കി അടിക്കുക. ഈ ബാൻഡിൻ്റെ ഇവിടെ ഒരു സ്മോൾ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ എലാസ്റ്റിക് ഇനി ഇട്ട് കൊടുക്കണം. ഈ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചസ് ആണ്. 18 ഇഞ്ചസ് എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് റൗണ്ട്, കംപ്ലീറ്റ് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 19.5 ആണ്. അതിൽ നിന്ന് 2.5 മൈനസ് ചെയ്തു. അതായത് നമുക്ക് ഏകദേശം 17 കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ട് 18 ഇഞ്ചസ് ആണ് നമ്മൾ ടോട്ടൽ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുത്തത്. എലാസ്റ്റിക് ജോയിൻ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഈ പാൻസിൻ്റെ സൈഡ് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോഷിൻ്റെ ഇവിടെ മാത്രം ഒരു ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് ഫാബ്രിക്കും, അതായത് ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും ഇങ്ങനെ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ഈ ഒരു ക്രോഷിൻ്റെ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വരെ എൻഡ് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഈ മെയിൻ ഫാബ്രിക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ജോയിൻ കൊടുക്കുക. അതേപോലെ തന്നെ ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് മെയിൻ ഫാബ്രിക് ടച്ച് ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻ കൊടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡും ജോയിൻ ചെയ്താൽ നമുക്ക് മെയിൻ ഫാബ്രിക്കും അതേപോലെ തന്നെ ലൈനിങ് ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാൻറ്റിലെ എൻഡ് ഹെം ചെയ്തെടുക്കുക. റോളർ ഫൂട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് റോൾ ചെയ്തെടുക്കുക. പിന്നെ എലാസ്റ്റിക് കൂടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ലുക്ക് ആവാം. സോ ലെറ്റ്സ് സീ ദ ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.